അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായെത്തിയ ചിത്രമാണ് ഛോട്ടാ മുംബൈ. നടന്റെ ജന്മദിനമായ മെയ് 21-ന് സിനിമ വീണ്ടും തിയേറ്ററിലെത്തിയേക്കുമെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഈ റിലീസ് തീയതി നീട്ടുകയുണ്ടായി. ഇപ്പോൾ ഛോട്ടാ മുംബൈ റീ റിലീസ് നീട്ടിയതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നിർമ്മാതാവായ മണിയൻ പിള്ള രാജു. മെയ് 21-ന് ലാലേട്ടന്റെ പിറന്നാളിന് ഛോട്ടാ മുംബൈ ഇറക്കണമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ തുടരും എല്ലായിടത്തും ഹൗസ്ഫുള്ളായി പോവുകയാണ്. മാത്രമല്ല 12 മണിക്ക് വരെ എക്സ്ട്രാ ഷോസും വരുന്നുണ്ട്. മോഹൻലാലിന്റെ ഒരു പടം തന്നെ തിയേറ്ററിൽ തകർത്തോടുമ്പോൾ മോഹൻലാലിന്റെ തന്നെ ഒരു പടം എതിരെ വരുന്നതിൽ നമുക്ക് താല്പര്യമില്ല. അതുപോലെ ഈ മാസം 23-ന് നിരവധി റിലീസുകൾ വരുന്നുണ്ട്. നമ്മുടെ വർക്കുകളെല്ലാം തീർന്നു നിൽക്കുകയാണ്. ജൂണിൽ സമാധാനത്തോടെ റിലീസ് ചെയ്യാമെന്നാണ് കരുതുന്നതെന്നും മണിയൻപിള്ള രാജു ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ഛോട്ടാ മുംബൈയിലെ സീനുകൾക്കും തമാശകൾക്കും പാട്ടുകൾക്കുമെല്ലാം ഇന്നും ആരാധകരേറെയാണ്. കൊച്ചിക്കാരെയും പാപ്പാഞ്ഞിയെയും ആഘോഷിച്ച ചിത്രത്തിന് തിരക്കഥ രചിച്ചത് ബെന്നി പി നായരമ്പലമായിരുന്നു. രാഹുൽ രാജ് ആയിരുന്നു സംഗീത സംവിധാനം നിർവഹിച്ചത്. മോഹൻലാലിനൊപ്പം തന്നെയുള്ള മറ്റു കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നതാണ്. സിദ്ദിഖിന്റെ മുള്ളൻ രാജപ്പൻ, ജഗതിയുടെ പടക്കം ബഷീർ, കലാഭവൻ മണിയുടെ വില്ലൻ വേഷം തുടങ്ങി എല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചവയാണ്. സമീപകാലത്തായി റീ റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രങ്ങൾക്കെല്ലാം ഗംഭീര പ്രതികരണമായിരുന്നു തിയേറ്ററിൽ നിന്നും ലഭിച്ചത്. സ്ഫടികം, മണിച്ചിത്രത്താഴ്, ദേവദൂതൻ എന്നീ ചിത്രങ്ങൾ കോടിക്കിലുക്കവുമായാണ് തിയേറ്ററുകൾ വിട്ടിറങ്ങിയത്. ഛോട്ടാ മുംബൈയും ഈ റെക്കോർഡുകൾ തകർക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.